ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽഗോരിതം എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൽഗോരിതം കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് പ്രോഗ്രാമിംഗ് ടൂളാണ് നോക്കുന്നത്. പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ് നോക്കുന്നത്. അത് ഏതാ മെത്തേഡെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലോ ചാർട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് ഫ്ലോ ചാർട്ട് എന്ന് നോക്കാം. ആ ഫ്ലോ ചാർട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഡയഗ്രാം ദാറ്റ് റിപ്രസെൻറ്റ്സ് എ വർക്ക് ഫ്ലോ ഓർ പ്രോസസ്സ്. എന്താണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്? ഒരു ടൈപ്പ് ഓഫ് ഡയഗ്രാമാണ്. അതെന്താ ചെയ്യുന്നത്? വർക്ക് ഫ്ലോനെ, അതായത് ഒരു പ്രോഗ്രാമിൻ്റെ വർക്ക് ഫ്ലോ എവിടെ തുടങ്ങി എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു വർക്ക് ഫ്ലോയെ കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് എന്ത് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ട് ക്യാൻ ബി ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ഫ്ലോ ചാർട്ടിന് നമുക്ക് എന്ത് പറയാം? ഫ്ലോ ചാർട്ട് can also be defined as a diagrammatic representation of an algorithm, a step-by-step approach to solving task. ഇതാണ് പറഞ്ഞത്. അൽഗോരിതം എന്തായാലും കൃത്യമായി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫ്ലോ ചാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. എന്തിൻ്റെ? അൽഗോരിതത്തിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് എന്ത്? ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അൽഗോരിതത്തിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണെന്ന് നമ്മുടെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബ്ലം സ്റ്റെപ്പ് ബൈ ഇതിലും എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസുകളാണ് നടക്കുന്നത്. ദെൻ എന്തൊക്കെയാണ് ഫ്ലോ ചാർട്ടിനെ കുറിച്ച് പറയുന്നത് നോക്കാം. ഫ്ലോ ചാർട്ട് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1945 ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഫസ്റ്റ് നമ്മളെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻ 1945. ഇതിലെന്താ വെച്ചാൽ ഒരുപാട് സിമ്പിൾസുകൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഫ്ലോ ചാർട്ട് യൂസസ് ഡിഫറെൻറ്റ് സിമ്പിൾസ് ടു ഡിസൈൻ എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം. അതായത് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻറ്റ് സിമ്പിൾസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ വേറൊരു പ്രോഗ്രാമിംഗ് ടൂളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് അനദർ കോമൺലി യൂസ്ഡ് പ്രോഗ്രാമിംഗ് ടൂൾ. പിന്നെ നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ, അതായത് ബൈ ലുക്കിംഗ് എ ഫ്ലോ ചാർട്ട് വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഓപ്പറേഷൻ ആൻഡ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഇൻ പെർഫോമൻഡ് ഇൻ എ സിസ്റ്റം. ഇതൊരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓപ്പറേഷൻസുകളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ എത്ര നമ്പർ ഓഫ് ഓപ്പറേഷൻസുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. ശരിക്കും ബ്ലൂ പ്രിൻറ്റ്, അതായത് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണെന്നാണ് പറയുന്നത്. എന്താണ് നമ്മുടെ പ്രോഗ്രാം എന്നുള്ളതിൻ്റെ ശരിക്കും ആക്ച്വലി ഉള്ള ഒരു പോർട്ടാണ് എന്ത് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ അൽഗോരിതത്തിലൊക്കെ എന്താണ് ഇംഗ്ലീഷ് വൈസ് സെൻറ്റൻസ് വൈസ് ആണ് എഴുതുന്നതെങ്കിൽ ഫ്ലോ ചാർട്ടിലൊക്കെ എന്താണ് നമ്മൾ കോഡിംഗ് വൈസ് പോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകൾ വെച്ചിട്ടാണ് എഴുതുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളത് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഒരു പ്രോഗ്രാമിൻ്റെ ലോജിക് എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്തിലൂടെ സാധിക്കും? ഫ്ലോ ചാർട്ടിലൂടെ സാധിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആൻഡ് എഫിഷ്യൻ്റ് ആണ്. ഈസി ആൻഡ് എഫിഷ്യൻറ്റ് മെത്തേഡ്, അതായത് ഒരു പ്രോബ്ലത്തെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈസി ആൻഡ് എഫിഷ്യൻറ്റ് മെത്തേഡാണ് എന്താ നമ്മുടെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിൻ്റെ സക്സസ്ഫുൾ ഡെവലപ്മെൻറ്റ്, ആഫ്റ്റർ എ സക്സസ്ഫുൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ പ്രോഗ്രാം ഇറ്റ് നീഡ്സ് ടു കണ്ടിന്യൂസ് ടൈംലി മെയിൻ്റെനൻസ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ. ദ ഫ്ലോ ചാർട്ട് മേക്സ് പ്രോഗ്രാം ഓർ സിസ്റ്റം മെയിൻ്റെനൻസ് ഈസിയർ. അതായത് എന്താണ്, ഒരു പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും എന്താണ് അതിൽ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ അപ്ഡേഷൻസുകൾ വേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് അത് എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്തിൽ അപ്ഡേറ്റ് ചെയ്യാം? ഫ്ലോ ചാർട്ടിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് എവിടെ ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാണ് ഇതിൽ പറയുന്നത്, അഡ്വാൻറ്റേജിൽ പറയുന്നത്. ദെൻ നമുക്ക്, അതായത് ഒരു പ്രോഗ്രാമിംഗ് ിലേക്ക്, അതായത് അൽഗോരിതം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രോഗ്രാമിംഗ് കോഡാണ്. അപ്പോൾ നമ്മൾ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് ഫ്ലോ ചാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാമിംഗ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാനെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ,
ഇനി നമ്മൾ പറഞ്ഞു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഡയഗ്രാമാറ്റിക് സിമ്പിൾസുകളാണ്. അപ്പോൾ അതിൽ കോമൺലി യൂസ് ചെയ്യുന്ന കുറേ സിമ്പിൾസ്, ഈ സിമ്പിൾസ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ സിമ്പിൾസുകളാണ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ വേറൊരു സിമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് സിമ്പിളിൻ്റെ പേരുണ്ട്, സിമ്പിൾ ഉണ്ട്, അതുപോലെ എന്താണ് ഫങ്ഷൻ എന്നുണ്ട്. ഫസ്റ്റ് സിമ്പിൾ നെയിം എന്താ, പ്രോസസ്സ്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞു അൽഗോരിതത്തിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, കമ്പ്യൂട്ടേഷണൽ പ്രോസസ്സ് അല്ലേ. ആ പ്രോസസ്സ് എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണോ അതിനെ നമ്മൾ എന്തിൻ്റെ ഉള്ളിലാണ് കൊടുക്കുക, സിമ്പിൾ, അല്ലെങ്കിൽ അതിനുള്ളതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിൾ എന്താണ്, റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, സിമ്പിൾ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ്. ഇൻഡിക്കേറ്റ്സ് എനി ടൈപ്പ് ഓഫ് ഇൻറ്റേർണൽ ഓപ്പറേഷൻ ഇൻസൈഡ് ദ പ്രോസസ്സർ ഓർ മെമ്മറി. അതായത് ഇപ്പോൾ അഡീഷൻ ആണെങ്കിൽ A+B ഇല്ലേ, ആ A+B ആയിരിക്കും എന്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക, ഈ റെക്റ്റാങ്കിളുടെ ഉള്ളിൽ ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് സിമ്പിൾ നെയിം എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ് വരുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താ, റെക്റ്റാങ്കിൾ തന്നെയാണ്, പക്ഷേ റെക്റ്റാങ്കിളിൻ്റെ രണ്ട് സൈഡ്സും എന്താണ്, ചെരിഞ്ഞിട്ടുള്ള റെക്റ്റാങ്കിളാണ് വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസുകൾ, അതായത് നമ്മൾ പറഞ്ഞില്ലേ ഇൻപുട്ട് വാരിയബിൾ പറഞ്ഞിട്ടില്ലേ, ആ ഇൻപുട്ട് വാരിയബിൾ കൊടുക്കുന്നത് ഇതിലാണ്, ഈ റെക്റ്റാങ്കിൾ പോലെയുള്ള സൈഡിൽ ഉള്ള റെക്റ്റാങ്കിളിലാണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ഫംഗ്ഷനില്ലേ, ആ ഡിസ്പ്ലേ ഫംഗ്ഷൻ നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് സിമ്പലിലാണ് കൊടുക്കുന്നത്. ദെൻ ഡിസിഷൻ എന്ന് പറയുന്നത്, ഡിസിഷന് നമ്മൾ ഏതാ കൊടുക്കുന്നത്, ഡയമണ്ട് ആണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഓഡോ റിവൻ ചെക്ക് ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്, ഇഫ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ വന്നു അല്ലേ. അങ്ങനെ ഇഫ് കണ്ടീഷനുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് സിമ്പിളാണ് കൊടുക്കുന്നത്, ഡയമണ്ട് സിമ്പിൾസുകളാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കണക്റ്റർ. ഇത് ഓവലല്ല കേട്ടോ, സർക്കിളാണ്. സർക്കിളാണ് നമ്മൾ കണക്റ്ററായിട്ട് ഉപയോഗിക്കുന്നത്. അത് കുറച്ച് എന്താണ് വലുതായി പോയതാണ്, ഓവൽ ഷേപ്പ് അല്ല, കണക്റ്ററാണ്. കണക്റ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്ലോ ചാർട്ടിന്, അതായത് ഇപ്പോൾ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്കൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു പേജിൻ്റെ കണ്ടിന്യൂസ് ആണ്, ഒരു ഫ്ലോ ചാർട്ടിൻ്റെ കണ്ടിന്യൂസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണക്റ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് പ്രീഡിഫൈൻഡ് പ്രൊസസ്സർ റെക്റ്റാങ്കിൾ ഇൻസൈഡ് വിത്ത് 2 ലൈൻസ് ആണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രോഗ്രാമിൽ വരുന്ന എന്തെങ്കിലും എറേഴ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സബ് റൊട്ടീൻസുകളോ ഉണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒന്നിന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വേറൊരു പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ദെൻ ടെർമിനൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റാർട്ടും സ്റ്റോപ്പുമാണ്. സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത് ഉള്ള സിമ്പിളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഓവൽ ഷേപ്പ് യൂസ് ചെയ്യാം. ടെർമിനലിന് പകരം ഈ സ്ക്വയർ സിമ്പിൾ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ദെൻ ഫ്ലോ ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ ആരോ മാർക്സുകളാണ്. എപ്പോഴും എന്താണ് ഡയറക്ഷൻസുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഫ്ലോ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിൾസുകളാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാനുള്ള റൂൾസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് all boxes of the flow chart are connected with arrows. അതായത് നമ്മൾ പറഞ്ഞ എല്ലാതും ബോക്സസിലായിരിക്കും ഉണ്ടാവുക. ആ എല്ലാ ബോക്സസും നമ്മൾ ആരോസ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഫ്ലോ ലൈൻസ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തേത് എന്താ പറയുന്നത്, ഫ്ലോ ചാർട്ട് സിമ്പിൾസ് ഹാവ് എൻട്രി പോയിൻറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സിമ്പിൾ വിത്ത് നോ അതർ എൻട്രി പോയിൻറ്റ്സ്. ദ എക്സിറ്റ് ഫോർ ഓൾ ഫ്ലോ ചാർട്ട് സിമ്പിൾസ് ഈസ് വൺ ഓഫ് ദ ബോട്ടം എക്സ്പെക്ട് ഫോർ ദ decision symbol. ഓക്കെ, അതായത് നമ്മളെന്താ പറയുന്നത്, എല്ലാ എൻട്രി പോയിൻ്റ് എപ്പോഴും എന്തായിരിക്കും, നമ്മളുടെ ടെർമിനൽസുകളായിരിക്കും. എൻട്രി പോയിൻ്റ് എപ്പോഴും ടെർമിനലായിരിക്കും. അത് ഫസ്റ്റ് എൻട്രി പോയിൻ്റ് എപ്പോഴും മുകളിലായിരിക്കണം, മറ്റേത് എപ്പോഴും ചോട്ടിലായിരിക്കണം. ഡിസിഷൻ കഴിഞ്ഞിട്ട് വരുന്ന ചോട്ടിലായിരിക്കും പറയുന്നത്. എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും കഴിഞ്ഞാൽ, അതായത് സ്റ്റോപ്പും സ്റ്റാർട്ടും കഴിഞ്ഞാൽ വേറൊരു സിമ്പിൾസുകളും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഡിസിഷൻ സിമ്പിൾ ഹാസ് 2 exit points. This can be one of the sides of bottom ആൻഡ് വൺ സൈഡ്. അതായത് ഡിസിഷന് 2 സൈഡ്സ് ഉണ്ട്. ഡിസിഷന് എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, ഇഫ് കണ്ടീഷനാണ്, ഒന്നുകിൽ ട്രൂ വരാം അല്ലെങ്കിൽ ഫോൾസ് വരാം, അല്ലെങ്കിൽ എന്താണ് 2 കണ്ടീഷൻസ് വരുന്നതാണ് ഡിസിഷനിൽ വരുന്നത്, ശരി അല്ലെങ്കിൽ തെറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് എന്ത് ചെയ്യാം, 2 സൈഡ്സിൽ ഓപ്ഷൻസ് പോവാം, 2 സൈഡ്സിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്കൊരു ഡയഗ്രാം കാണുമ്പോൾ എന്തായിരിക്കും, ക്ലിയർ ആയിരിക്കും. ഓക്കെ,
ദെൻ പറയുന്നത് ജനറലി ഫ്ലോ ചാർട്ട് will flow from top to bottom. However, an upward flow of shown as long as it does not exceed 3 symbols. Okay. സാധാരണ ഫ്ലോ ചാർട്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടമാണ്, മുകളിൽ നിന്ന് ചോട്ടിലേക്കാണ്. പക്ഷേ ചില കേസുകളിൽ ചോട്ടിൽ നിന്ന് മുകളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചോട്ടിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ അവിടെ 3 സിമ്പിൾസിനേക്കാൾ കൂടുതൽ എന്തുണ്ടാവില്ല, സിമ്പിൾസുകൾ ഉണ്ടായിരിക്കില്ല. 3 സിമ്പിൾസേ ഉണ്ടായിരിക്കുള്ളൂ. ടോപ്പ് ടു ബോട്ടമാണ് എപ്പോഴും എന്താണ് വരുന്നത്, വർക്ക് ഫ്ലോ വരുന്നത് ടോപ്പ് ടു ബോട്ടം ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഞാൻ പറഞ്ഞു കണക്ടർ യൂസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. കണക്ടേഴ്സ് ആർ യൂസ്ഡ് ടു കണക്ട് ബ്രേക്സ് ദ ഫ്ലോ ചാർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ കേസിലാണ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, ഫ്രം വൺ പേജ് ടു അനദർ പേജ്. ഒരു പേജ് നമ്മൾ വരച്ചു തുടങ്ങി ആ ഒരു പേജിൽ കൊണ്ടില്ല, നെക്സ്റ്റ് പേജിലേക്കാണ് നമ്മൾ ബാക്കി വരയ്ക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം, കണക്ടർ യൂസ് ചെയ്യണം, അതിന് വേണ്ടി യൂസ് ചെയ്യാം. ദെൻ ഫ്രം ദ ബോട്ടം ഓഫ് ദ പേജ് ടു ദ ടോപ്പ് ഓഫ് ദ സെയിം പേജ്. ഒരു പേജിൻ്റെ ബോട്ടത്തിൽ വരച്ചു, പിന്നെ ബാക്കിൽ ടോപ്പിലാണ് വരയ്ക്കുന്നതെങ്കിൽ അവിടെ തമ്മിൽ കണക്ട് ചെയ്യണം, നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കണക്ടർ സൈൻ യൂസ് ചെയ്യുക. ആൻഡ് അപ്വാർഡ് മോർ ദാൻ 3 സിമ്പിൾസ്. 3 കൂടുതൽ സിമ്പിൾസുകൾ ഉണ്ടെങ്കിലും നമുക്ക് കണക്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ 6th വൺ എന്ന് പറയുന്നത് എന്തെങ്കിലും ഇൻറ്ററപ്റ്റ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ് റൂട്ടീൻസ് ആൻഡ് ഇൻറ്ററപ്റ്റ്സ് പ്രോഗ്രാംസ് ഹാവ് ദയർ ഓൺ ഇൻഡിപെൻഡൻറ്റ് ഫ്ലോ ചാർട്ട്. അതായത് ഒരു പ്രോഗ്രാമിന് തന്നെ അണ്ടറിൽ വേറൊരു പ്രോഗ്രാം വരികയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട്സുകൾ ഡ്രോ ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ അലൗ ഫ്ലോ ചാർട്ട്സ് ആൻഡ് സ്റ്റാർട്ട് വിത്ത് എ ടെർമിനൽ ഓർ പ്രീഡിഫൈൻഡ് പ്രോസസ് ഇൻറ്ററപ്റ്റ് ദ പ്രോഗ്രാം ഓർ സബ് സിമ്പിൾസ്. അതായത് എന്തെങ്കിലും സബ് റൊട്ടീനോ പ്രോഗ്രാംസുകളോ ഉണ്ടെങ്കിൽ പ്രീഡിഫൈൻഡ്, അതായത് ടെർമിനലിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, പ്രീഡിഫൈൻഡ് പ്രോസസ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അലൗ ഫ്ലോ ചാർട്ട് വിത്ത് ടെർമിനൽ ഓർ എ പ്രീഡിഫൈൻഡ് പ്രോസസ്സ്. അതായത് ഇൻറ്ററപ്റ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ സബ് റൊട്ടീൻ പ്രോഗ്രാം ആണെങ്കിൽ പ്രീഡിഫൈൻഡ് പ്രോസസ്സ് സിമ്പിൾ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ടെർമിനൽസ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. 8ാമത്തെ പറയുന്നത് ആൾ ഫ്ലോ ചാർട്ട്സ് എൻഡ് വിത്ത് ടെർമിനൽ ഓർ എ കണ്ടിന്യൂസ് സ്ലോപ്പ്. ഓക്കെ, എല്ലാ ടെർമിനലും എന്താണ് എൻഡ് ചെയ്യുന്നത്, ശരിക്കും എല്ലാതും എൻഡ് ചെയ്യുന്നത് ടെർമിനൽ സിമ്പിൾസുകളായിരിക്കും, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് സ്ലോപ്പ് ആയിരിക്കും, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മളെപ്പോഴും എൻഡിങ് വിത്ത് എന്താണ്, ടെർമിനലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്ത് പറയുന്നത്, ഫ്ലോ ചാർട്ട് എന്താണെന്നുള്ളത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഫ്ലോ ചാർട്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ ഡയഗ്രാമാറ്റിക് റിപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോരിതമാണ് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു കേട്ടോ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.